ഇത്തവണ നമ്മുടെ റൈഡ് കൂർഗിലേക്കാണ്. വെൽക്കം ടു സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ. ഇത്തവണ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ണൂർ കൂത്തുപറമ്പിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മലപ്പുറത്തൊന്നും കാലിക്കറ്റ് നിന്നുള്ളവരൊക്കെ നേരെ കൂത്തുപറമ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ബാക്കി കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവർ അവിടെ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുണ്ട്. കൂത്തുപറമ്പിൽ ലെഗസി TVS എന്നാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായപ്പോൾ ഇരിട്ടിയിലൊരു തട്ടുകടയിൽ ചെറിയ കടയിൽ കയറി അവിടുത്തെ കണ്ണൂർ സ്പെഷ്യൽ നെയ്പത്തിരി, കാലിക്കറ്റിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ഒക്കെ ഇട്ടുണ്ട് അവിടെ ഈ നെയ്പത്തിരി. അങ്ങനെ മുട്ട റോസ്റ്റും നെയ്പത്തിരി ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആദ്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ സീറ്റാണ്, സാധാരണ കമ്പിയെല്ലാം ഉണ്ടാവില്ല. അവിടെ ബസ് സ്റ്റോപ്പിൽ കുറച്ചും ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കൂർഗ് ഗേറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വെള്ളിയാഴ്ചയാണ് നമ്മൾ റൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊരു പള്ളി കണ്ടപ്പോൾ അവിടെ കയറി ജുമാസ്കരിച്ചു. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി നമ്മുടെ ഹോം സ്റ്റേയിൽ റിസോർട്ടിൽ എത്തിയിരുന്നു. നമ്മൾ കുറച്ച് പേര് മാത്രം പള്ളി കയറിയോണ്ട് കുറച്ച് ലേറ്റായി. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇവരൊക്കെ ഇവിടുന്ന് ആട്ടം തുടങ്ങിയിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്, സീക്രട്ട് ആശ്രം. ഒരു ചെറിയ വീടാണ്, ഹോം സ്റ്റേ ആണ്. കുറേ ബെഡ്റൂംസൊക്കെ ഉള്ള ഒരു വീട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ മുറികളും ഇതുപോലെ ബാച്ചിലേഴ്സൊക്കെ വന്നു കഴിഞ്ഞാലും ബാച്ചിലേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. ഫാമിലിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ അടുത്തത് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. ലഞ്ച് കഴിക്കാൻ നമ്മൾ പോയത് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഫൈനലി എത്തിപ്പെട്ടത് കോഫിയ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൽസും ബിരിയാണിയൊക്കെയാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കയറി കാണും. പിന്നെ നമ്മൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. വഴി തെറ്റിയിട്ടാണ് ഇതുപോലുള്ള മനോഹരമായ പ്ലേസിലൂടെ നമ്മൾ രണ്ടുപേരും മാത്രം, ബാക്കിയുള്ളവരൊക്കെ പ്രോപ്പറായിട്ട് അവിടെ എത്തിയിരുന്നു. ഗോൾഡൻ ടെമ്പിളിൻ്റെ വീഡിയോസും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പേര് അവിടെ കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് രാത്രി ആയപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആനകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ കണ്ടില്ല. ആനകളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. രാത്രി ആയപ്പം അവർ ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കൊണ്ടുവന്നത്. ഒരു പാക്കറ്റ് രീതിയിലാണ് കൊണ്ടുവന്നത്. പിന്നെ ക്യാമ്പ് ഫയറും ഇതൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. മോർണിംഗിലുള്ളൊരു വൈബാണ് നിങ്ങൾ ഈ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നേരെ പോയത് ഉടുപ്പി വെജിലേക്കായിരുന്നു. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പതിവ് റിവ്യൂവർ തന്നെ ഇതിൻ്റെ റിവ്യൂ പറയും. ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ. ഇന്നത്തെ ദിവസം 2 പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ കോട്ടബേട്ട അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ്. അങ്ങനെ ഫൈനലി ഗ്ലാസ് ബ്രിഡ്ജ് ഡിസൈഡ് ചെയ്ത് നമ്മൾ നേരെ പോയി. അവിടെ എത്തുമ്പോഴേക്കും ഗ്ലാസ് ബ്രിഡ്ജ് ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും മൂഡ് ഔട്ടായി. ക്ലൈമറ്റും അത്ര നല്ലതല്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. അങ്ങനെ നേരെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അടുത്തൊരു കിടിലൻ റൈഡുമായി കാണും വരെ ബൈ.